മലയാള സിനിമയിൽ ഈ വർഷം നായികാ പ്രാധാന്യമുള്ള സിനിമകൾ കുറവാണെന്ന് സംവിധായിക അഞ്ജലി മേനോൻ ഈ വർഷത്തിന്റെ ആദ്യം തന്നെ ആരോപിച്ചിരുന്നു. ഇതേ വർഷം തന്നെയാണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചിത്രവും അതിലെ പ്രഭയും അനുവും ചർച്ചയായതും. ആവേശം, മഞ്ഞുമൽ ബോയ്സ്, ഭ്രമയുഗം തുടങ്ങിയ ചിത്രങ്ങളിൽ സ്ത്രീ കഥാപാത്രങ്ങൾ ഇല്ലാതെ തന്നെ വിജയിച്ചിരുന്നു. അന്ന് സ്ത്രീ കഥാപാത്രങ്ങൾ ഇല്ലാതെ തന്നെ സിനിമ വിജയിക്കുമെന്നൊക്കെ പ്രേക്ഷകർ കമന്റ് ഇട്ടിരുന്നു. ആ സിനിമകളിൽ സ്ത്രീ സാന്നിധ്യം കുറഞ്ഞതിനെ കുറിച്ചും ഇടയ്ക്ക് ചർച്ചകൾ ഉണ്ടായിരുന്നു. സ്ത്രീ കഥാപാത്രങ്ങൾ കുറയുക എന്നത് ഒരു സിനിമയെ സംബന്ധിച്ച് ചർച്ച ചെയ്യപ്പെടുന്നതാണ്. എന്നാൽ ഇത്തവണ അങ്ങനെയായിരുന്നു? അല്ല, കഥയാകെ മാറി. സ്ത്രീകൾക്ക് പ്രാധാന്യം കൽപ്പിക്കുന്ന നിരവധി സിനിമകൾ ഈ വർഷം ഉണ്ടായിരുന്നു. ഉള്ളൊഴുക്കിലെ സ്ത്രീ കഥാപാത്രങ്ങൾ അതിന് ഉദാഹരണമാണ്. ക്രിസ്റ്റോ ടോമിയുടെ ഉള്ളൊഴുക്ക്, റിമ കല്ലിങ്ങൽ നായികയായ സജിൻ ബാബുവിന്റെ തിയേറ്റർ ദി മാത്ത് ഓഫ് റിയാലിറ്റി, 11 വർഷങ്ങൾക്ക് ശേഷം ജ്യോതിർമയുടെ തിരിച്ചുവരവ് പ്രകടമാക്കിയ അമൽ നീരദിന്റെ ബൊഗെയ്ൻവില്ല എന്നിവയെല്ലാം മലയാളത്തിന്റെ സ്ത്രീകൾ കേന്ദ്ര കഥാപാത്രമായ സിനിമകളാണ്. ഈ വർഷം തുടങ്ങിയത് തന്നെ സ്ത്രീപക്ഷ സിനിമയിലൂടെയായിരുന്നു. ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ആട്ടത്തിലൂടെ പ്രേക്ഷകർ കണ്ടത് വേറിട്ട പ്രമേയമായിരുന്നു. ചിത്രത്തിൽ ഉടനീളം അടിമുടി നാടകമാണ്. അരങ്ങ് എന്ന നാടക ട്രൂപ്പും അതിലെ നാടക പ്രവർത്തകരുടെ ജീവിതവുമാണ് ആട്ടത്തിന്റെ പശ്ചാത്തലം. ജൂൺ അവസാനമായിരുന്നു ക്രിസ്റ്റോ ടോമിയുടെ ഉള്ളൊഴുക്ക് റിലീസായത്. ഉള്ളൊഴുക്ക് എന്ന ആ പേരും അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള ചിത്രമാണത്. പുറമേ ശാന്തവും എന്നാൽ അകമേ വൈകാരിക സംഘർഷങ്ങളുടെ വേലിയേറ്റവുമുള്ള ഒരു സിനിമയായിരുന്നു ഉള്ളൊഴുക്ക്. ആർക്കൊപ്പം നിൽക്കണമെന്ന് പ്രേക്ഷകനെ നിരന്തരം കുഴയ്ക്കുന്ന ചിത്രം കൂടിയായിരുന്നു അത്. അഞ്ജു, ലീലാമ്മ തുടങ്ങിയ 2 സ്ത്രീ കഥാപാത്രങ്ങളിലൂടെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. സംവിധായകൻ MC ജിതിന്റെ ഒരു ത്രില്ലറാണ് സൂക്ഷ്മദർശിനി. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തിയ നസ്രിയ നസീം തന്റെ സ്ഥാനം തിരിച്ചു പിടിക്കുന്ന കാഴ്ചയാണ് ഈ സിനിമയിലൂടെ നമ്മൾ കണ്ടത്. പ്രിയദർശിനി എന്ന കഥാപാത്രത്തെയാണ് നസ്രിയ ഇതിൽ അവതരിപ്പിക്കുന്നത്. അയൽപക്കത്തെ തന്റെ സുഹൃത്തുക്കളുടെ സഹായത്തോടെ ഒരു വീട്ടമ്മ നടത്തുന്ന ഇൻവെസ്റ്റിഗേഷനാണ് ചിത്രത്തെ വ്യത്യസ്തമാക്കുന്നത്. തിയേറ്ററിൽ വേണ്ട വിധം ശ്രദ്ധിക്കാതെ പോയ കിടിലൻ സിനിമകളുടെ ലിസ്റ്റിലാണ് അനാർക്കലി മരയ്ക്കാർ കേന്ദ്ര കഥാപാത്രമായി എത്തിയ ഗഗനചാരി ഉള്ളത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 12 അന്താരാഷ്ട്ര ചലച്ചിത്രമേളകളിലേക്ക് ഗഗനചാരി എന്ന മലയാള സിനിമ തിരഞ്ഞെടുക്കപ്പെട്ടു. അതിൽ കോപ്പൻഹേഗനിൽ നടന്ന ആർട്ട് ബ്ലോക്സ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ഫീച്ചർ ഫിലിമിനുള്ള അവാർഡും സിൽക്ക് റോഡ് ഫിലിം അവാർഡും ചിത്രത്തിന് ലഭിച്ചു. സയൻസ് ഫിക്ഷൻ കോമഡി ചിത്രമായിരുന്നു ഗഗനചാരി. ജ്യോതിർമയി എന്ന നടിയുടെ വമ്പൻ തിരിച്ചുവരവാണ് ബൊഗെയ്ൻവില്ല എന്ന അമൽ നീരദ് ചിത്രത്തിലൂടെ നാം കണ്ടത്. റീത്തുവിന്റെ മറവിയുടെ ലോകത്തിലേക്കാണ് അമൽ നീരദ് പ്രേക്ഷകരെ കൊണ്ടുപോകുന്നത്. 2017 കൊച്ചിയെ പിടിച്ചുലച്ച ഒരു പെൺകുട്ടിയുടെ തിരോധാനത്തെ അടിസ്ഥാനമാക്കി വിഷ്ണു വിനയ് സംവിധാനം ചെയ്ത ആനന്ദ് ശ്രീബാലയും ഈ ലിസ്റ്റിൽ പെടും. ചിത്രത്തിലെ ശ്രീബാല എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് മലയാളികളുടെ പ്രിയപ്പെട്ട സംഗീതമായിരുന്നു. എടുത്തു പറയേണ്ട മറ്റൊരു കഥാപാത്രമായിരുന്നു ലെവൽ ക്രോസിലെ ചേതാലി എന്ന രാഖിയായി മികച്ച പ്രകടനം കാഴ്ചവെച്ച അമല പോൾ. പ്രേമലുവിലെ റീനുവിനെ അവതരിപ്പിച്ച മമിത ബൈജു, മന്ദാകിനിയിലെ അനാർക്കലി മരിക്കാർ, അജയന്റെ 2ാം മോഷണത്തിലെ സുരഭി ലക്ഷ്മി, കിഷ്കിന്ദ കാണ്ഡത്തിലെ അപർണ ബാലമുരളി, ഹലോ മമ്മിയിലെ ഐശ്വര്യ ലക്ഷ്മി, ഹെർ എന്ന ചിത്രത്തിലെ ഉർവശി, ഐശ്വര്യ രാജേഷ്, പാർവതി തിരുവോത്ത്, ലിജോ മോൾ, രുദ്രത്തിലെ അപർണ ബാലമുരളി, റൈഫിൾ ക്ലബിലെ വാണി വിശ്വനാഥ് എല്ലാം ഈ വർഷത്തെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച നടിമാരാണ്. അങ്ങനെ മലയാള സിനിമയിൽ സ്ത്രീ സാന്നിധ്യമില്ല എന്ന് ഇനി ആരും പറയണ്ട. ശക്തമായ കഥാപാത്രങ്ങളിലൂടെ അവരൊക്കെ ഇനിയും വരും. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.